السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള അസാസുൽ ഖുർആനിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ദൈനംദിന ജീവിതത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന ഉമ്മുൽ കിതാബ് അസാസുൽ ഖുർആൻ എന്നൊക്കെ പറയുന്ന സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നും അതിനെ സംബന്ധിച്ചാണ് മനസ്സിലാക്കേണ്ട ആളുകൾക്ക്, അതുപോലെ തന്നെ പഠിക്കണം എന്നുള്ള ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. സൂറത്തുൽ ഫാത്തിഹ എന്നാണ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം ഇല്ലാവൻ്റെ നിസ്കാരം സ്വീകരിക്കൂല എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 ദിവസത്തെ ക്ലാസ്സിലായി പറഞ്ഞത് കുറഞ്ഞ സമയം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അല്ലാഹ് പറഞ്ഞില്ലേ, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ വലിഅബ്ദി മാ സഅല. എന്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ സ്വലാത്തിനെ, ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന മുഖ്യധാരയായ ദുആയെ ഞാൻ ഭാഗിച്ചു. പകുതി എനിക്കുള്ളതാ, പകുതി എൻ്റെ അടിമക്കുള്ളതാണ്. അപ്പോൾ അള്ളാഹ്ക്കുള്ളത് എവിടെ? നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് വരെ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുവരെയുള്ള വ്യാഖ്യാനങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. ഇനി അത് കേൾക്കാത്ത ആൾക്കാർ, മനസ്സിലാക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് തിരിച്ച് അതേ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന ഇഹ്ദിന അങ്ങനെ തന്നെ പറഞ്ഞു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന. അവിടെ നബ്ദഉ ബിൽ കിസ്റത്തി, ഹംസ നമ്മൾ കിസ്റത്ത് കൊണ്ടാണ് തുടങ്ങുന്നത്. കണ്ടോ? ഇഹ്ദിന, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണേ. അവിടെ അഹ്ദിന എന്നല്ല, അവിടെ ഇഹ്ദിന എന്നുമല്ല. അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ചെറിയ ഒരു സ്വാദാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇഹ്ദിന എന്ന് തന്നെ ഓതണം. ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇഹ്ദിന സിറാത്ത, തബഈയായ മദ്ദാണ്. 2 അറക്കത്തിൻ്റെ അത് കുറഞ്ഞ കൂടുതൽ നീട്ടാൻ പാടില്ല. സിറാത്ത ഉണ്ടല്ലേ, അസ്സിറാത്തൽ മുസ്തഖീം. കണ്ടാ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അൽ മുസ്തഖീം അത് ലാമുൽ ഖമരിയയാണ്. ഖമരിയ നമ്മൾ പറഞ്ഞല്ലോ, ശംസിയ ഖമരിയ രണ്ടാണ്, ഇത് ഖമരിയാണ്. അതുകൊണ്ട് തന്നെ അൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അൽ മറ്റേതല്ല, അശംസിയ എന്ന് പറയുമ്പോൾ തന്നെ ആ ലാമിനവിടെ ഉച്ചരിക്കാതെ പോകും. മനസ്സിലാക്കാൻ വേഗം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് എളുപ്പം മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം മദ് ആരിലാണ്, മദ് ആരിലാണ്. അപ്പോൾ മുസ്തഖീം
മുസ്തഖീം. 2, 4, 6 ഹർക്കത്തിന്റെ കതിർ അത് നീട്ടണം. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ ഞങ്ങള് ഞാൻ അതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ നയിക്കണേ. ഇഹ്ദിന, ഞങ്ങളെ നീ നയിക്കണം, ഞങ്ങളെ നീ ആക്കണം, ഞങ്ങളെ നീ ചേർക്കണം. സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ ചൊവ്വായ മാർഗത്തിൽ. ഒരു പുതുസിയായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി, യാ ഇബാദി കുല്ലുക്കും ളാലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി, എൻ്റെ അടിമകളെ നിങ്ങൾ മുഴുവനും വഴിപിഴച്ചവരാണ്, നരകക്കാരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയവനൊഴികെ, ഞാൻ സന്മാർഗം നൽകിയവനൊഴികെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, ഹിദായത്തിന് നിങ്ങൾ എന്നോട് ചോദിക്കൂ. ആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അപ്പം നമ്മൾ ചോദിക്കുന്നത് മനസ്സിലായല്ലോ. അതിന് മുമ്പ് നമ്മൾ അള്ളാഹിലേക്ക് വെച്ചു കൊടുക്കേണ്ടതാണ്. ഏത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല സ്തുതി അള്ളാഹ് നിനക്കാണ്. റഹ്മാൻ റഹീം, റഹ്മാനാ റഹീമാണ്. മാലിക് യൗമിദ്ദീൻ, രണ്ടിനത്തിന്റെ ഉടമസ്ഥനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതുകൊണ്ട് ഇത് വിശദീകരിക്കണില്ല. മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം പ്രാർത്ഥിക്കുന്നു, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതുവരെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വരെ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ്. എന്നെങ്കിലും അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അങ്ങനെ എന്തായാലും സിറാത്തുൽ മുസ്തഖീം പറയുന്നുണ്ട്. ആ സിറാത്തുൽ മുസ്തഖീമിൽ പെടുത്തണം. 17 പ്രാവശ്യം നിർബന്ധമായി നമ്മൾ പറഞ്ഞു. മനസ്സിലായല്ലോ. അത് നമ്മൾ അക്ഷരങ്ങൾ, വള്ളികൾ, പുള്ളികൾ, മഫ്രജുകളൊന്നും തെറ്റാതെ പറയണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഏതാണ് ആ മാർഗം? ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന, ഒരുത്തരുടെ മാർഗമാണ്. അൻഅംത അലൈഹിം, അവിടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ പോകുക? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. മദ് തബഈയാണ്, അധികം നീട്ടാൻ പാടില്ല. 2 ഹർക്കത്ത് കദർ നീട്ടാൻ പാടില്ല. സിറാത്തൽ ലദീന അൻഅംത, അവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അൻഅംത ഇൽഹാറാണ്. അവിടെ കണ്ടില്ലേ? ആ നൂന് കൊടുത്തിട്ട് ഇൽഹാറാണ്. ആ നൂന് വെളിവാണ്. അൻഅംത അലൈഹിം, അവിടെ മീമ് പോകാൻ പാടില്ല, നൂനും പോകാൻ പാടില്ല. ഒക്കെ എന്താണ്? വെളിവാണ്. മീമും ഇൽഹാർ തന്നെയാണ്. അൻഅംത തെറ്റാണ്. വേഗം ഉള്ള ആൾക്കാർ അങ്ങനെ ഓതി അന്നന്താലേ അല്ലേ? ആ മീം ഇങ്ങോട്ട് വെളിവാകണം, നൂന് വെളിവാകണം. അൻഅംത അലൈഹിം അലൈഹിം. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. നേരെ മറിച്ച് ഞാൻ ഓതി പോവാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പറ്റൂല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അങ്ങനെ തന്നെ. അപ്പൊ സിറാത്തൽ ലദീന നമ്മൾ പറയുന്നത് പഠിച്ചോണ്ട് ഒരുത്തരുടെ മാർഗമാണ്. അൻഅംത അലൈഹിം, അവിടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്, ഇസ്ലാമിലേക്ക് ആദ്യമായി മുൻകടന്നു വന്ന ആളുകൾ അവരാണ്. സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരൊക്കെ സഞ്ചരിച്ച ഒരു മാർഗം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാർഗം, സിറാത്ത്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തൊരു വിഭാഗമുണ്ട് അവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ,
ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം തെറ്റാ. എവിടെ അലൈഹിം ചുണ്ട് കൂട്ടിട്ട് മീമുണ്ടാവണം. ചുണ്ടിന് കൂട്ടാൻ മീമുണ്ടാവണം. ചിലപ്പോൾ എല്ലാം നോക്കുമ്പോൾ നിങ്ങൾ ആൾക്കാരൊക്കെ ചില ആളുകളൊക്കെ ഓതുമ്പോൾ അലൈഹിം വാ എന്താ മീമും വാവും അലൈഹിം വാ അലൈഹിം എന്ന് തോന്നും പാടില്ല കുറച്ചാണ്. അപ്പോൾ ഗൈരിൽ ഗൈരി മുറക്കയാണ് അടുത്ത കേക്കിൻ്റെ സ്ഥാനമാണ് ഗൈരി. അൽ മഗ്ദൂബി അലൈഹിം അല്ലെ ലാമുൽ ഖബരിയാണ് അൽ മഗ്ദൂബിനാണ്. അപ്പോൾ ഈ വസ്ൽ ഹംസക്കുള്ള പ്രത്യേകതയും ഖത്താ ഹംസക്കുള്ള പ്രത്യേകത നമ്മൾ പറഞ്ഞു. വസ്ൽ ഹംസ നമ്മൾ എന്താകുകയാണ്, അത് മധ്യത്തിൽ വരുമ്പോൾ അത് തലക്കൽ വരുമ്പോൾ മാത്രമേ വായിക്കുള്ളൂ, ആദ്യത്തിൽ വരുമ്പോൾ മാത്രമേ വായിക്കുള്ളൂ. അൽ മഗ്ദൂബി. അപ്പോൾ ഗൈരി വന്നപ്പോൾ എന്തായി ഗൈരിൽ മഗ്ദൂബി അലൈഹിം കണ്ടോ മഗ്ദൂബി അലൈഹിം. അവിടെ തന്നെ മഗ്ദൂബി മദ് തബഈയാണ്, അധികം നീട്ടാൻ പാടില്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അലൈഹിം വ അലൈഹിം വ അങ്ങനെ അല്ല അങ്ങനെ മുറിച്ച് അവിടെ സക്കത്ത് ഉണ്ടാകുമ്പോൾ സക്കത്ത് ഇല്ലാതെ നമ്മൾ ഓതിട്ട് വലദ്ദാലിൻ. അപ്പോൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. രണ്ട് മദ്ദുണ്ട്. മദ് ലാസിം വലദ്ദാലിൻ ഉണ്ടോ. 3 അലിഫിന്റെ ഖദർ നിർബന്ധം. അപ്പോൾ വലദ്ദാലിൻ അവിടെ മദ് ആര്യതാണ്. നമ്മൾ പറഞ്ഞ പോലെ 6 ഹറക്കത്തിന്റെ ഖദർ, മറ്റേത് 6 ഹറക്കത്ത് അല്ലെങ്കിൽ 3 അലിഫിന്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. നീട്ടിപ്പോണം മദ് ലാസിമാണ്. അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് മെയിൻ പോയിന്റ് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ മറിച്ച് അലൈഹിം വ. അപ്പം എന്താവില്ല, അവിടെ മീം ഉണ്ടാവില്ല, അപ്പം ശരിയാവില്ല. അലൈഹിം വലദ്ദാലിൻ. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, അല്ലാഹുവേ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ പെടുക്കണേ അല്ല. ഗൈരിൽ മഗ്ദൂബി ഇഹ്ദിന അവിടെയല്ല ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അവരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, ഗുണം ചെയ്തിരിക്കുന്നു, നന്മ ചെയ്തിരിക്കുന്നു, അവരുടെ മാർഗത്തിലാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. നിന്റെ കോപത്തിന്റെ പാത്രീഭൂതരായ ഒരു വിഭാഗമുണ്ട്, അവരുടെ മാർഗത്തിലല്ല. വലദ്ദാലിന വഴി വിളിച്ചവരുടെ മാർഗത്തിലല്ല. അങ്ങനെ അവിടെ മുൻകഴിഞ്ഞ് പോയി ജൂത നസാറാക്കളൊക്കെ വഴി വിളിച്ച ആളുകൾ അവരുടെ മാർഗത്തിലൊന്നും അല്ല അള്ളാഹ് ഞങ്ങൾ ചേർക്കേണ്ടത്. 2 ത്വരീഖ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഒന്ന് സിറാത്തുൽ മുസ്തഖീമിന്റെ ത്വരീഖ, മറ്റൊന്ന് സിറാത്തുൽ ജഹീമിന്റെ ത്വരീഖ. സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ നിയോഗിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തു. എന്നാൽ സിറാത്തുൽ ജഹീം നരകത്തിലേക്കുള്ള മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെയും അവന്റെ അനുയായികളെയും തീരുമാനിച്ചു, അങ്ങോട്ട് അയച്ചു. അപ്പോൾ 2 ഭാഗത്തേക്കുള്ള പ്രബോധനം ഇവിടെ നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന ആളുകൾ അംബിയാ മുസ്ലിങ്ങൾ, അതേ മാർഗം പിന്തുടർന്നു പോകുന്ന ആളുകൾ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിലും അല്ലാത്തവർ സിറാത്തുൽ ജഹീമിന്റെ മാർഗത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ. റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബേ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ അഖിലും മാലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്, അവരാരൊക്കെ നിനക്കറിയാം. അവരുടെയും ഞങ്ങളുടെയും സകലത്തിലെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് തന്നെ റഹ്മാനെ. എൻ്റെ കടുത്ത ബലാഹുകളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലോ റഹ്മാനെ. റഹ്മാനായ റബ്ബേ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുത്തഖീൻ ഞങ്ങൾ ഉൾപ്പെടുത്തി തന്നെ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.